നമ്മൾ തെങ്കാശി പോവുകയാണ്. അനീഷ മാമിയുണ്ട്, ദാണ്ടേ മാമുണ്ട്, ഇഷാമുണ്ട്, പിന്നെ കൊച്ചുമോനുണ്ട്. ക്യാമറ തരരുത്. ഇനി കുട്ടിയുണ്ട്. ഇനി നേരെ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി നമ്മൾ അവിടെ ചെന്നത്ത് എടുക്കുന്നതായിരിക്കും. റിച്ചുക്കുട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ പത്തനാപുരത്ത് നിന്ന് പുനലൂര് ചെങ്കോട്ട വഴി നമ്മൾ തെങ്കാശി പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കുറേ നല്ല കാഴ്ചകളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് തമിഴ്നാട് പോകാനാണ് കേട്ടോ എളുപ്പം. പോയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വരാനും പറ്റും. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തെങ്കാശി, തിരുനെൽവേലി അങ്ങനെ കറങ്ങി അടിച്ചിട്ട് വരും. ഈ ഒരു ബ്രിഡ്ജ് എവിടെയാണെന്നറിയാമോ? പുനലൂരിൽ നിന്ന് നമ്മൾ തെങ്കാശി പോകുന്ന വഴിക്ക് ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. 1877 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിർമ്മിച്ച ഒരു റെയിൽവേ ബ്രിഡ്ജാണ് ഇത്. നല്ല രസമാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ കറക്റ്റ് നോക്കി നിന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമാണ്. പോകുന്ന വഴിയൊക്കെ കുറേ നമുക്ക് കാണാനുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന ടൈം കുറച്ച് പ്രശ്നമാണ്. കാരണം നല്ല ചൂട് സമയമാണേ. ഏപ്രിൽ മാസം ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇപ്പം നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് നമുക്ക് പനങ്കള്ള് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കള്ള് കുടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ പനം കരിക്ക് വാങ്ങിച്ചിട്ട് അതിനകത്ത് അവരെന്തോ ഒരു വെള്ളം ഒഴിച്ചിട്ട് തരും. അതിങ്ങനെ ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുറേ വർഷത്തിന് മുമ്പ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അതിൻ്റെ സൈഡിൽ നിൽക്കുക കേട്ടോ. പനയുടെ ഓല തന്നെ എടുത്തിട്ട് അത് നന്നായിട്ട് ചുരുട്ടി നമ്മുടെ കയ്യിൽ തരും. അതിനുശേഷം ഉള്ളതിൽ നല്ലൊരു കരിക്ക് എടുത്തിട്ട് വെട്ടി അതിനകത്തുള്ള ആ കരിക്കെടുത്ത് നമുക്ക് തരും. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാൻ തരും. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ചെയ്തു. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമായ കാര്യം. അതിൻ്റെ ആ കരിക്ക് കഴിച്ചിട്ടും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തെങ്കാശി ടൗണിലൊക്കെ കയറിയപ്പോഴത്തേനും നല്ല രസമുണ്ട്. പക്ഷെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ടായില്ല. അതുപോലെ ചൂടായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ അത്യാവശ്യം ചൂടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എവിടെ യാത്ര ചെയ്യുവാണെങ്കിലും ജൂൺ ജൂലൈ സമയത്ത് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വരുന്നത് കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ പോകും. എനിക്ക് തോന്നുന്നു കുറേ വർഷം കൂടിയിട്ടാണ് നമ്മൾ ഏപ്രിൽ നാട്ടിലോട്ട് വരുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ നാട്ടിൽ വന്നാൽ ആകെ കൂടി സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും മാവ് നിറച്ച് മാങ്ങ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നതാണ്. നാട്ടിലേ എന്തിപ്പോ നീ കണ്ട എന്തോ ഒരു കൊച്ചു കൊച്ചു കരയുന്ന കേട്ടല്ലോ, എന്താ സംഭവം? അതോ, ഈ കൊച്ചു കരഞ്ഞ് വേറൊന്നുമില്ല. ചോറ് കഴിയാൻ വിളിക്കുമ്പം കോക്കാച്ചി പിടിക്കുമേ എന്ന് പറഞ്ഞിട്ടായിരിക്കും കരഞ്ഞത്. എങ്ങനെയാ ഒന്നുകൂടെ ചോറ് കഴിക്കാൻ വിളിച്ചപ്പോ ചോറ് കഴിക്കാൻ വിളിക്കുന്നേ അമ്മമാരുടെ കുറേ വീക്കെൻഡ് കേരളയിലും ഉണ്ട്. അത് കണ്ടേ എടാ ഞാൻ സൊല്ലല് കേള്, കോക്കാച്ചി പിടിക്കുമേ കോക്കാച്ചി പിടിക്കുമേ. അപ്പൊ കൊച്ചുപിള്ളേ കോക്കാച്ചി പിടിക്കുമെന്ന് പറയുമ്പോ കരയുമല്ലോ. അപ്പൊ കരഞ്ഞോണ്ട് പോകും ഓടിക്കൂടെ. കരയാൻ വാ തുറക്കുമ്പോ ചോറ് വെച്ചു കൊടുക്കും. ആ കരയാൻ ചോറ് വെച്ച് രണ്ടില് പാത്രം കൊണ്ടുപോയി എന്നിട്ട് വലിച്ചഴിച്ചോണ്ട് പോകുന്നു. இந்த தெங்காசியிலே வந்து நம்ம பொரி வாங்க போவா பலகாரங்கள். அந்த பலഹാരങ്ങൾ ഇത് ഷഹീർ അണ്ണാച്ചി വന്ന് തോർത്തൊക്കെ പൂക്കള ഷർട്ട്. റിച്ചു ഭയങ്കര ഹാപ്പിയാണ്. മോനെ വണ്ടിയുണ്ട്. ഇത് മുറുക്ക്, ചിപ്സ്, പല വെറൈറ്റി മിച്ചറുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ.
അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള 1-2 ഐറ്റംസ് വാങ്ങിച്ചു, മക്കൾക്ക് ബോറടിക്കാതെ വണ്ടിയിലിരുന്ന് കുറച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. നമ്മൾ അധികം സ്ഥലങ്ങളിലൊന്നും ഇറങ്ങിയിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാതിരി ചൂടായതുകൊണ്ടാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഒരു അമ്പലം കണ്ടു, പാറയുടെ മുകളിൽ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു പള്ളിയുടെ സൈഡിലായിട്ട് ഒരു വളകളൊക്കെ വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അവിടെ കയറി എല്ലാം ഒന്ന് നോക്കി, ഞാൻ വാങ്ങിച്ചില്ല, കുപ്പിവളകളൊന്നും ഞാൻ കണ്ടില്ല. സോ അവിടുന്ന് 1-2 ക്ലിപ്പ്, സ്ലൈഡ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ശരിക്കും നാട്ടിൽ തന്നെ വരണം. ഒരു തണലുള്ള സ്ഥലം നോക്കി നമ്മൾ നിർത്തിയിട്ടുണ്ട് അല്ലേ റിച്ചു? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകും? ഫുഡ് കഴിക്കാൻ പോകുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ സിലിണ്ടറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് എല്ലായിടത്തും കറക്റ്റ് സമയത്ത് കിട്ടണം എന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കുമായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വീട്ടിൽ ചോറും സാമ്പാറും ഉണ്ടാക്കി, ഉണക്കമീൻ പൊരിച്ചു, പിന്നെ നമ്മൾ കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കി എല്ലാം നമ്മൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചൂടായതുകൊണ്ട് കേടായി പോകത്തില്ലേ? എന്നാൽ ഇല്ല, നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് തിളപ്പിച്ച് എന്താ പറയുക, ആ കലത്തിൽ തന്നെ, ചോറ് കലത്തിൽ തന്നെയായിരുന്നു വെച്ചത്. കറികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു എന്താ പറയുക, കുപ്പിയിൽ അടച്ച് കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ട് സംഭവം ആ സമയമായപ്പോഴും നല്ല സെറ്റായിട്ട് തന്നെ ഇരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി, ഒരു മരത്തിന്റെ തണലായിരുന്നു. നമ്മൾ അവിടെ പായൊക്കെ വിരിച്ച് എന്താ പറയുക, നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്നും നിന്നും ഒക്കെ ഇങ്ങനെ കഴിച്ചു. നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകുമ്പോൾ മാക്സിമം നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയി കഴിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങൾ ഈ ഒരു പാറ കണ്ടോ? ഇത് നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ സൈഡിലുള്ള ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോഴത്തേനും 1-2 പേരോട് ചോദിച്ചപ്പം ഇത് എന്താ പറയുക, തോരണമലയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന്. പോയി കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇന്ന് വരെ തെങ്കാശിയിൽ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ വലിയ പാറയുടെ മുകളിലുള്ള ഒരു അമ്പലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ കയറിയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 3 മണിക്കൂർ നടന്ന് പോകേണ്ട 3 മണിക്കൂർ പറഞ്ഞോട്ടെ പ്ലീസ്. മോനും പറഞ്ഞോ, പറ. 3 മണിക്കൂർ നടന്ന് പോവേണ്ടി വരും അല്ലേ? എവിടെ പോവാനാ? പക്ഷെ ഞങ്ങള് പോവില്ല, നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. കിച്ചു തോരണം മലയിൽ പോകുന്നുണ്ടോ? നമ്മളെ അച്ചൻകോവിൽ പോവാം. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ വഴി വന്നപ്പോൾ ഒരു ചായക്കട കിട്ടി. ആ ചായക്കടയിൽ കയറി. നല്ല മഴ. തമിഴ്നാട് ഇങ്ങോട്ട് വിട്ടപ്പോഴത്തേനും ഈവനിങ് ആയപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മഴ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചു. മഴ നനയാതിരിക്കാൻ വേണ്ടി ഷഹീർ മോൻ തലയിൽ കൂടെ തോർത്തൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ചായക്കടയിൽ എത്തിയപ്പോഴേ എവിടെയും കഴിക്കാത്ത ഒരു അടിപൊളി ഒരു ഐറ്റം ഞാൻ കഴിച്ചു. അപ്പോൾ അത് മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിൽ വന്നിട്ട് അത് ഉണ്ടാക്കി നോക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്താണ് വന്നത്. പിന്നെ ഈ വീഡിയോയിൽ ആ സാധനം ഞാൻ എന്താണെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം അതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. അടിപൊളി ഐറ്റമാണ് കേട്ടോ. തെങ്കാശിന്ന് അച്ചൻകോവിലോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല കാടാണ്. ചില സമയത്തൊക്കെ അവിടെ ആന ഇറങ്ങാറുണ്ട്. പിന്നെ മയിൽ, മാന, അങ്ങനത്തെ കാട്ടുപോത്ത്, അങ്ങനത്തെ എല്ലാ ഐറ്റംസിനെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു, മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനയെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പേടിച്ചിട്ട് എന്താ പറയുക, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ദൂരം എത്തിയപ്പോഴത്തേനും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മോർണിംഗിൽ ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് എന്താ പറയുക, ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ തിരിച്ചു പോവുകയാണ്. അവിടെ ഒരു കുട്ടിപ്പട്ടാളമ്മ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.